പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ഇനി മഴയും വെയിലും കൊള്ളാതെ യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാം. കാലങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തുടക്കമായി. ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. പൊന്നാനി നഗരത്തിന്റെ ഗതാഗത സൗകര്യങ്ങൾ, പൊന്നാനിയിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ മറ്റു പല പ്രദേശങ്ങളെക്കാളും കൂടുതൽ ആയിട്ട് പൊന്നാനി കിടക്കുന്നു. വികസനത്തിൻ്റെ ഒരു കുതിപ്പിലേക്ക് അതെത്തും. നമ്മളെപ്പോലത്തെ ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് ഭാവിയിൽ ഒരു ബസ് സ്റ്റാൻഡ് മതിയോ എന്ന ചോദ്യം നമ്മൾ മുമ്പിൽ കിടക്കും. ഒന്നും മതിയാവില്ല. ആ ഭാഗത്തേക്ക് ഒരു ബസ് സ്റ്റാൻഡ് കൂടി വേണ്ടി വരും. പക്ഷേ എന്നാലും ഈ കോസ്റ്റൽ മേഖല ജനസംഖ്യയ്ക്കെല്ലാം ഒന്ന് പോകുന്നതിന് ബസ് സ്റ്റാൻഡ് സൗകര്യപ്പെടണം. സൗകര്യമില്ല. ഇവിടെ വൈകിപ്പോയി എന്നാണ്. ഞാൻ MLA ആയതിന് ശേഷം ആദ്യം കോവിഡിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. നമുക്കറിയാം, മഹാമാരിയുടെ കാലത്തിൽ എല്ലാ ഫണ്ടും ഗവൺമെൻറ് അതിനുവേണ്ടി നീക്കിവെച്ചു. MLA എന്ന നിലയ്ക്ക് അന്ന് അനുവദിക്കപ്പെട്ട് 1 കോടി മാത്രമായിരുന്നു. ആസ്തി വികസന ഫണ്ടിലേക്ക് 1 കോടി മാത്രമാണ് അനുവദിക്കപ്പെട്ടത്. ആ 1 കോടിയും ആദ്യത്തെ വർഷത്തിൽ ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടിയാണ് നമ്മൾ നീക്കിവെച്ചത്. വേറെ എവിടെയും കൊടുത്തിട്ടില്ല. ഒരു പഞ്ചായത്തിനും കൊടുത്തില്ല. മുനിസിപ്പാലിറ്റി തന്നെ വേറെ വാർഡിനും കൊടുത്തിട്ടില്ല. എവിടെയും കൊടുത്തിട്ടില്ല. ആ 1 കോടി രൂപ വളരെ കാരണങ്ങൾക്ക് നീണ്ടുപോയി. അതിലെനിക്ക് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ ഇപ്പോൾ എന്തായാലും അതിൻ്റെ എല്ലാവിധ കടമ്പകളും കടന്ന് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി നടക്കാൻ വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള കടമ്പകളും മാറ്റി ഇപ്പോൾ ടെൻഡറിലേക്ക് വന്നു. ടെൻഡർ പുരാണങ്ങൾ ഏറ്റെടുത്തു. ഈ അടുത്ത ദിവസം തന്നെ ഒരു പണി ആരംഭിക്കണം. മാർച്ച് 31-നകം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. പി നന്ദകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവിലാണ് ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത്. ഒരേ സമയം 9 വാഹനങ്ങൾ പ്രവേശിക്കാവുന്ന തരത്തിലാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിന്റെ വടക്കുഭാഗത്ത് ബാത്റൂം, കാത്തിരിപ്പ് കേന്ദ്രം, ലഘുഭക്ഷണശാല എന്നിവ നിർമ്മിക്കും. നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി ഏറെ പരിതാപകരമാണ്. ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ ഇപ്പോൾ സൗകര്യം അപര്യാപ്തമാണ്. യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാനും സൗകര്യമില്ല. നിലവിലുള്ള സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കിയത്. ഓരോ ബസ്സിനും പാർക്ക് ചെയ്യാൻ പ്രത്യേക ട്രാക്ക് ഉൾപ്പെടെയുള്ളതാണ് പദ്ധതി. നഗരസഭ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജീഷ് ഉപാല, അജിന ജബ്ബാർ, ഷീന സുദേശൻ, കൗൺസിലർ M ആബിദ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MA ഹമീദ്, K ജയപ്രകാശ്, PK അഷ്റഫ്, PV ഫാറൂഖ്, ചക്കൂത്ത് രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ OO ഷംസു സ്വാഗതവും നഗരസഭാ സെക്രട്ടറി S സജീറുൻ നന്ദിയും പറഞ്ഞു. ഒരു പതിറ്റാണ്ടിലധികമായി വടക്കേക്കാടിനെ പൊന്നണിയിച്ച കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പുതുമോടിയോടെ വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വൈവിധ്യങ്ങൾ, പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.